السلام عليكم ورحمة الله وبركاته. പ്രിയ മുഅ്മിനീങ്ങളെ, കാലാവസ്ഥ പ്രതികൂലമായിരിക്കുകയാണ്. പല ജില്ലകളിലും വിദ്യാഭ്യാസ ബന്ധമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അവധിയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല പലയിടങ്ങളിലും വെള്ളപ്പൊക്കങ്ങളും പല വീടുകളിൽ താമസിക്കാൻ യോഗ്യമല്ലാത്ത അവസ്ഥയിൽ പലരും മാറി താമസിച്ചുകൊണ്ടിരിക്കുന്നു. പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടലുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റഹ്മത്താണ് മഴ എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊരു പ്രയാസങ്ങളും ഇല്ലാതിരിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മഴ കിട്ടാതെ വെള്ളത്തിന് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയത്ത് സഹാബി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും അങ്ങനെ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് മഴ അല്ലാഹുവിന്റെ മഹത്തായിരിക്കുന്ന അനുഗ്രഹം മഴ വർഷിക്കുകയും അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിന്നു. വീണ്ടും സഹാബി വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകരെ, മഴ അല്ലാഹുവിന്റെ ബറക്കത്താണ്, റഹ്മത്താണ്, ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. اللهم حوالينا ولا علينا اللهم على الآكام والجبال والضراب وطول الأدوية ومنابت الشجر. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്കാണ്, അതുപോലെ തന്നെ വെള്ളമെത്താത്ത പർവ്വതങ്ങളിൽ അതുപോലത്തെ ആളുകൾക്ക് വെള്ളം കിട്ടാത്ത പല പ്രദേശങ്ങളിലേക്കും റഹ്മത്ത് വർഷിപ്പിക്കണം എന്നുള്ള അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. ഞങ്ങളും തന്നെ അല്ലാഹുവിനോട് മഴയെ ശപിക്കുകയോ അല്ലെങ്കിൽ പൊറുതികേട് കാണിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാതെ അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പഠിച്ചവനെ നിന്റെ റഹ്മത്താണ്, ഈ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസം വരരുത്, മഴയില്ലാത്ത ഭാഗങ്ങളിലേക്കൊക്കെ നിന്റെ മഴ വർഷിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നിന്റെ അനുഗ്രഹം വർഷിപ്പിക്കണമെന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. താമസയോഗ്യമാവാത്ത രീതിയിൽ മഴ വർഷിച്ചതിൻ്റെ പേരിൽ വെള്ളം കയറിക്കൊണ്ട് പല ആളുകളും വീട് മാറി താമസിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് അല്ലാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ഉപകാരപ്രദമാകുന്നത് ഉപയോഗിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.